ഇറങ്ങിയപ്പോൾ 8 നിലയിൽ പൊട്ടുമെന്നും ട്രോളാകുമെന്നും പലരും പരിഹസിച്ചു. പക്ഷേ റിലീസിന് ശേഷം സംഭവിച്ചത് നേരെ മറിച്ചായിരുന്നു. തിയേറ്ററിലെത്തിയപ്പോൾ പ്രേക്ഷകർ സിനിമയെ ഏറ്റെടുത്തു. ഇപ്പോഴത്തെ OTT-യിലും കയ്യടി നേടുകയാണ് നെസ്ലിൻ നായകനായെത്തിയ മോളിവുഡ് ടൈംസ്. ജൂൺ 5-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. റിലീസിന് മുമ്പ് സിനിമയുടെ പേരും പ്രമേയവും കണ്ടപ്പോൾ പലർക്കും കൗതുകമുണ്ടായിരുന്നു. മലയാള സിനിമയെ തന്നെ പശ്ചാത്തലമാക്കി ഒരു കഥ പറയാൻ ശ്രമിക്കുന്ന സിനിമ എന്ന നിലയിൽ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ സിനിമ കണ്ടിറങ്ങിയവരിൽ നിന്ന് വന്ന പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചതിലും മികച്ചതായിരുന്നു. ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലും OTT-യിലും സിനിമ എത്തിയിരിക്കുകയാണ്. അവിടെയും ചിത്രം കണ്ടവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കയ്യടി ലഭിക്കുന്നത് നെസ്ലിന്റെ പ്രകടനത്തിനാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാള സിനിമയിൽ സ്വന്തമായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്ത യുവതാരമാണ് നെസ്ലിൻ. കോമഡി ചെയ്യാനും ഇമോഷണൽ രംഗങ്ങൾ കൈകാര്യം ചെയ്യാനും ഒരുപോലെ കഴിവുള്ള നടനാണ് എന്ന് പല സിനിമകളിലൂടെയും ഈ യുവതാരം തെളിയിച്ചിട്ടുമുണ്ട്. മോളിവുഡ് ടൈംസ് കണ്ടവരിൽ പലരും പറയുന്നത് നെസ്ലിന്റെ കരിയറിലെ ഏറ്റവും രസകരമായ കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ്. അതുപോലെ തന്നെ സംവിധായകൻ അഭിനവ് സുന്ദർ നായകനും കയ്യടി ലഭിക്കുന്നുണ്ട്. കഥ പറയുന്ന രീതിയിലും സിനിമയിലെ ഹ്യൂമറും സിനിമാ ലോകത്തെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളും പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില രംഗങ്ങൾ കണ്ടപ്പോൾ ഇത് നമ്മുടെ മുന്നിൽ നടന്ന സംഭവം തന്നെയല്ലേ എന്ന് തോന്നിയെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. സിനിമയുടെ മറ്റൊരു പ്രധാന ശക്തി തിരക്കഥയാണ്. വളരെ റിലേറ്റബിൾ ആയ മുഹൂർത്തങ്ങളും ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്തെ സിനിമാ സംസ്കാരത്തെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളും ചിത്രത്തിലുടനീളം കാണാം. അതുകൊണ്ട് തന്നെ സിനിമാ പ്രേക്ഷകർക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ജേക്സ് ബിജോയുടെ സംഗീതവും സിനിമയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന ഘടകമാണ്. ചില രംഗങ്ങളിൽ പശ്ചാത്തല സംഗീതം കഥയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്നാണ് അഭിപ്രായങ്ങൾ. നെസ്ലിനെ കൂടാതെ സംഗീത് പ്രതാപ്, ഷറഫുദ്ദീൻ റോഷൻ, ഷാനവാസ്, ജഗദീഷ്, അപ്പുൺ ശശി, പ്രശാന്ത് അലക്സാണ്ടർ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, അൽതാഫ് സലീം, ഗോപിക രമേശ്, രാജേഷ് മാധവൻ തുടങ്ങിയ വലിയ താരനിരയും ചിത്രത്തിലുണ്ട്. മാത്രമല്ല സിനിമയിലെത്തുന്ന ചില സർപ്രൈസ് അതിഥികളും കഥാപാത്രങ്ങളും പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്നുമുണ്ട്. ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് നിരവധി ശ്രദ്ധേയമായ ചിത്രങ്ങൾ സമ്മാനിച്ച ബാനറായ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ മറ്റൊരു വ്യത്യസ്ത ശ്രമമായും ഈ സിനിമയെ കാണാം. സത്യത്തിൽ മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ വിജയം ഒരു കാര്യം കൂടി തെളിയിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ ആദ്യ പ്രതികരണങ്ങൾ മാത്രം നോക്കി ഒരു സിനിമയെ വിലയിരുത്താൻ കഴിയില്ല എന്ന്. ചില സിനിമകൾ തിയേറ്ററിൽ എത്തുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ശക്തി മനസ്സിലാകുന്നത്. ചിലപ്പോൾ OTT-യിൽ എത്തിയ ശേഷമാകും കൂടുതൽ ആളുകൾ ആ സിനിമയെ കണ്ടെത്തുന്നത്. മോളിവുഡ് ടൈംസ് ഇപ്പോൾ അത്തരമൊരു യാത്രയാണ് നടത്തുന്നത്. തിയേറ്ററിൽ കയ്യടി നേടിയ സിനിമ ഇപ്പോൾ OTT-യിലും പുതിയ പ്രേക്ഷകരെ സ്വന്തമാക്കുകയാണ്.